ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കളച്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നല്ലൊരു തോരൻ വയ്ക്കാം. ഇതാ കളച്ചക്കയെ രണ്ടായി മുറിച്ചെടുക്കുക. ഇതിൻ്റെ പകുതി മതി നമുക്ക് തോരൻ വയ്ക്കാൻ. ഒരു പേപ്പർ ഉപയോഗിച്ച് കളച്ചക്കയുടെ കറ മൊത്തം കളഞ്ഞിട്ട് ഞാൻ പകുതി ചക്ക ഇവിടെ എടുക്കുന്നുള്ളൂ. അതിനെ രണ്ടായിട്ട് മുറിച്ച് ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ അറുത്തെടുക്കുക. അറുത്തെടുത്തതിന് ശേഷം അതിലുള്ള മുള്ള് മാത്രം നീക്കം ചെയ്യുക. ബാക്കി എല്ലാ പോർഷനും വേണം. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതായി അരിഞ്ഞരിഞ്ഞ് വെള്ളത്തിലോട്ടിടാം. ഞാൻ ദാ എല്ലാം മുള്ള് കളഞ്ഞ് മാറ്റി വെച്ച് ചെറുതായി അരിഞ്ഞിടുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. കളച്ചക്ക വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കളച്ചക്കയും ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ അത് വീഡിയോ എടുത്തിട്ടില്ല. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഞാൻ ദാ ഇവിടെ തുറന്ന് നോക്കി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് വെന്തോ ഇല്ലയെന്ന് അറിയാം. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് നല്ലതുപോലെ വെന്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 എണ്ണം മതി. ഇവിടെ തീരെ പൊടി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനൊരു 7 അല്ലി എടുത്തിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് തോരന് നന്നായി തല്ലിക്കൊണ്ടുവരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് കഴുകി അരി ഇട്ടിട്ടുണ്ട്. അരി നന്നായി ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ കളച്ചക്ക ഇടണം. കളച്ചക്ക ഞാൻ ദാണ്ട് ഇവിടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടികല്ലിലോ അമ്മിക്കല്ലിലോ ഇട്ട് നല്ല ചതച്ച് വേണമെങ്കിൽ എടുക്കാം. അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കളച്ചക്ക വേവിക്കുന്ന ടൈമിന് ഉപ്പിട്ടു, എങ്കിലും കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഗ്യാസ് സിമ്മിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കി വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കൂട്ട് ആഡ് ചെയ്യാം. കൂട്ടും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ച് വീണ്ടും അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി ഈ കൂട്ടും കളച്ചക്ക എല്ലാം കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് കളച്ചക്ക തോരൻ ഇവിടെ തയ്യാറാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.